എല്ലാവർക്കും നമസ്കാരം. ഗുരുജിയാണ്. ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ നിന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഇൻട്രാഡേയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ ആൻഡ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നിറച്ച് കർണാടക അതർ പാർട്ട് ഓഫ് ഇന്ത്യ നിറച്ച ആൾക്കാർ ഇംഗ്ലീഷിൽ ഇത് പറയണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇതുവരെയ്ക്കും നമ്മുടെ മലയാളികളായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് നിറച്ച് എനിക്ക് കമൻറ്റും പിന്നെ ലൈക്കും ഒക്കെ തരുന്നത്. ഇതൊക്കെ കൂടിയാൽ ബാക്കി പാർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ആൾക്കാർ അവരുടെ ഇംഗ്ലീഷ് കമൻസൊക്കെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇംഗ്ലീഷിൽ ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആദ്യം കരുതലി മലയാളികളെ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ പേഴ്സണലായിട്ടും അല്ലാതെ ഈ യൂട്യൂബിലൊക്കെ അവർ നല്ല രീതിയിൽ എനിക്ക് പ്രോത്സാഹനം തരുന്നുണ്ട്. അത് അതർ പാർട്ടായിട്ടുള്ള അവർ മനസ്സിലാക്കുക. അതിനകത്ത് ഇംഗ്ലീഷിലാണ് ഇതൊക്കെ പറയുന്നത്, നമ്പർ ഫിഗറൊക്കെ പറയുന്നത്. സോ അവർ മനസ്സിലാക്കി അവർ ലൈക്കും കമൻസും ഒക്കെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അവർക്ക് എന്താണോ ഭാഷ അറിയാവുന്നത് അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അത് പരിഗണിക്കാവുന്നതാണ്. വി ക്യാൻ കൺസിഡർ ഇംഗ്ലീഷ് ഇഫ് the people are watching our channel in English or Hindi need more support from you people. Whatever you understand when we are discussing in Malayalam, you can comment in YouTube comment box. So whatever language you know, Hindi or English, so you can post there. So based on that, in upcoming days, we can plan our this discussion in English. Okay, right. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം ഇന്നലെ വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഇന്നലെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി വി ആർ ഡിസ്കസിങ് അബൌട്ട് ദിസ് പർട്ടിക്കുലർ 19,790 അല്ലേ, 19,790 ഒരു നല്ല സപ്ലൈ സോൺ ആണ് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. നല്ല സപ്ലൈ സോൺ ആണ്. 760 മുതൽ 790 വരയ്ക്കും നല്ലൊരു സപ്ലൈ സോൺ ആണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇവിടെ കണ്ടോ എക്സാക്ട്ലി ഇത് വന്നിട്ട് IBH എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് ലൈവ് മാർക്കറ്റിൽ എഴുതി വെച്ചതാണ്. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് ഞാൻ എൻട്രിയും എക്സിറ്റും ഒക്കെ എടുക്കുന്നത്. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ വിലയിരുത്തുകയും അതായത് 30 മിനിറ്റിൽ വിലയിരുത്തുകയും 15 മിനിറ്റിൽ എൻട്രിയും എക്സിറ്റുമാണ് ഞാൻ ചെയ്യുന്നത്. സോ അതിനകത്ത് എക്സാക്ട്ലി ഇതിനകത്ത് ഇനിഷ്യൽ ബാലൻസിൻ്റെ ബ്രേക്ക് ഔട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട്, യൂട്യൂബിൽ പോയി നോക്കുക. IB ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ IB ബ്രേക്ക് ഔട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അതിനകത്തുണ്ട്. സോ ഇത് എക്സാക്ട്ലി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. IBHFA, അതായത് നമ്മൾ ഇവിടെ വാങ്ങിക്കണം ഇവിടെ വിൽക്കണം എന്നൊന്നും കൊടുക്കാറില്ല. പക്ഷേ അങ്ങനെയല്ല, ഒരു ചില സമയങ്ങളിൽ നമ്മൾ പറയും 19,800 PE ലുക്കിംഗ് ഗുഡ് എന്ന് പറയും. എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അപ്പോൾ ഇതിനകത്ത് കയറുക എന്നുള്ളതല്ല. ഈ PE ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ എൻട്രി എടുക്കാനുള്ള നിങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം ഈ വീഡിയോ ഫുൾ ആൻഡ് ഫുൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ടെലഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ഹിൻ്റാണ്. അതും മനസ്സിലാക്കി നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ യു വിൽ നെവർ എവർ ബിക്കം എ ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ നിങ്ങൾ എല്ലാവരും മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും മാറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. മാറ്റാൻ ഞാൻ ആളല്ല, പക്ഷേ നിങ്ങളെല്ലാം മാറണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ദീർഘകാലത്തെ ഒരു പ്രയത്നമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടൈമിൽ മാർക്കറ്റിൽ സസ്റ്റെയിൻ ആകാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ മോട്ടീവ്, വേറൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചില ഹിൻഡ് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഇപ്പം ടെലഗ്രാമിൽ നമ്മൾ കൊടുത്തിരുന്നു IBH ഇനിഷ്യൽ ബാലൻസ് ഹൈ, IBH ഇനിഷ്യൽ ബാലൻസ് ഹൈ, FA ഫെയിൽഡ് ഓപ്ഷൻ എന്ന് നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു. എങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ ഡേ ലോ ആണ്. വിത്തിൻ സെക്കൻഡ്സിൽ മാർക്കറ്റ് വീണുണ്ടോ, വിത്തിൻ സെക്കൻഡ്സിൽ ഇത് നമ്മൾ പോസ്റ്റ് ചെയ്ത് അടുത്ത മിനിറ്റ് മാർക്കറ്റ് ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുകയും ഈ ലോ മാർക്കറ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഇങ്ങനെ നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് മുകളിൽ നടക്കുന്ന ആക്ടിവിറ്റി നോക്കണം. ഇന്നത്തെ അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് പോയിക്കൂടാന്നില്ല, പോകാം. പക്ഷേ ഈ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് എല്ലാവരും ഇവിടെ ട്രാപ്പാണ്. കരുതൽ ഇതിനകത്തൊരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയൊക്കെ ഉണ്ട്. ആൾക്കാർ പറയും പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിൽ, പ്രീവിയസ് ഡേ ഹൈന് മുകളിൽ, ഇന്നത്തെ ഓപ്പണിൻ്റെ മുകളിൽ. കറക്റ്റാണ്, അതൊക്കെ ഈസ് വർക്കിംഗ് വെരി വെൽ, അതൊക്കെ നല്ല രീതിയിൽ വർക്കാവും. ബട്ട് ദ പ്രോബ്ലം ഈസ് വെൻ ടൈമാണ് നമ്മുടെ തീരുമാനിക്കുന്നത്, സമയം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ നിഫ്റ്റിയിൽ പറഞ്ഞിരുന്നു, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇമോഷൻ ബേസ്ഡ് ആയിട്ടുള്ള പോക്കാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. സോ ഇമോഷൻ ബേസ്ഡ് ആയിട്ട് പോകാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നടന്നിട്ടില്ല, സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും നടന്നിട്ടില്ല. എന്തോ ഒരു ന്യൂസ് ബേസ് ചെയ്തിട്ടുള്ള പോക്കാണ്. അതിന് വലിയ വെയിറ്റേജ് കൊടുക്കരുത് അടുത്ത ദിവസം. എന്നിട്ട് കണ്ടോ
ഇപ്പോൾ ഈ മുകളിൽ കയറിയ ആൾക്കാർ ഇവിടെയും കയറി കാണും. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും വീണ്ടും പുതിയൊരു ഹൈ വച്ചു എന്ന് പറഞ്ഞ് കയറി കാണും. മനസ്സിലായില്ലേ? അതായത് ഹയർ ഹൈ വെച്ച് പോകുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെയും ഈ ഇമോഷണലായിട്ടുള്ള ഓപ്ഷൻ ബയർ ഇവിടെയൊക്കെ കയറും. സോ ഇവിടെ കയറിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റ് അവരുടെ SL എടുത്തുകൊണ്ട് ഒറ്റ വീഴ്ച വീണു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒബ്സർവേഷൻ ചെയ്യണം. എന്നിട്ട് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമ്മളൊരു ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. നിഫ്റ്റിയിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. അതായത് രാവിലെ മോളിൽ പോവും, താഴെ വീഴും, രാവിലെ മോളിൽ പോവും, താഴെ വീഴും, രാവിലെ മോളിൽ പോവും, താഴെ വരും. ഇത് ബാങ്ക് നിഫ്റ്റിയിലും തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഇങ്ങനെ തന്നെ നടന്നിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് ചാർട്ടിൽ ചെക്ക് ചെയ്യാം. ഇപ്പോഴ് ഈ തിങ്കളാഴ്ച മുതൽ വേറൊരു ഒബ്സർവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് ഇടുക. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലോട്ട് പോകാം. എന്താണ് മാർക്കറ്റ് പ്രൊഫൈൽ പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ഗുഡ് ബെൽ കർവ് എന്ന് പറയും. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ നല്ലൊരു ബെൽ കർവ്. ഇത് നല്ലൊരു ബെൽ കർവ് വിത്ത് പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഏറ്റവും കൂടുതൽ, അതായത് 95% ആൾക്കാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,780 അല്ലെങ്കിൽ 790 ആണ്. ദേ ആർ ലൈക്ഡ് വെരി മച്ച് യെസ്റ്റർഡേ. ഇങ്ങനെ ഈ ബെൽ കർവ് വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. പക്ഷേ ദിസ് ഈസ് എ ഗുഡ് ബെൽ കർവ് ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ. ഓക്കെ, എന്നിട്ട് ഇതിനകത്തൊരു ജമ്പ് വന്നിട്ട് വാല്യൂ മുകളിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദ വാല്യൂ വാസ് ക്രിയേറ്റിംഗ് ഓൺ ദ അപ്സൈഡ്. ദറ്റ് മീൻസ് above previous day close. Now we have to watch what type of information market is providing us. എന്താണ് മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ? വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ബിഫോർ ദിസ് മന്ത്ലി എക്സ്പയറി ഷുവറായിട്ട് മാർക്കറ്റ് ഹൗ ടു വിസിറ്റ് 19,580, 19,470 ആൻഡ് ദറ്റ് ഈസ് ബിഫോർ ദിസ് എക്സ്പയറി. മാർക്കറ്റ് എന്തായാലും മന്ത്ലി എക്സ്പയറിക്ക് മുന്നേ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയും. അങ്ങനെ അൺഫിനിഷ്ഡ് ബിസിനസ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. സോ മന്ത്ലി എക്സ്പയറിക്ക് മുന്നേ വന്നാൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ദെൻ വി ക്യാൻ ടേക്ക് അനദർ അപ്പ് മൂവ്. ബട്ട് ബിഫോർ നെക്സ്റ്റ് അപ്പ് മൂവ്, അടുത്ത ഒരു അപ്പ് മൂവിന് മുൻപേ മാർക്കറ്റ് ഈ ഏരിയയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള 540 ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ കാര്യം എന്താണ്? വാട്ട് ഈസ് ടുഡേസ്? ഓക്കെ, സോ ഇഫ് മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ്, okay, gap up, there is a good supply zone at 19,890. You just mark in Telegram trading view. Okay, 19,890, there is a good supply zone, and 835, that means just above of previous day high. ഇവിടെ ഈ 19,000, ഓക്കെ, 19,835, 890 നോ ട്രേഡിംഗ് സോൺ ആണ്. ഈ ഏരിയയിൽ ദർ ഇസ് എ ഗുഡ് സപ്ലൈ വിൽ കം ആൻഡ് ദേ വിൽ പഞ്ച് ദെയർ എന്താ പറയുക, പ്രോഫിറ്റ് ബുക്കിംഗ്, വാട്ട് എവർ യു വാണ്ട് ടു സേ യു ക്യാൻ സേ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഈ രണ്ട് ലെവലും മാർക്ക് ചെയ്ത് വയ്ക്കുക. നല്ലൊരു സപ്ലൈ സോണാണ്. ഇഫ് ഇറ്റ് ഈസ് മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ്, യു ക്യാൻ പ്ലാൻ ഹൗ ടു ട്രേഡ്. ഓക്കെ, then there is the PPOC normally work as a magnet. PPOC magnet ആയിട്ട് വർക്ക് ചെയ്യും. കാന്തം എന്താ ചെയ്യുക? ആകർഷിക്കും, അല്ലേ? കാന്തം നമ്മളെ ആകർഷിക്കും. കാന്തം മെറ്റലിനെ ആകർഷിക്കും. സോ ദിസ് PPOC വർക്ക് ആസ് എ മാഗ്നറ്റ്. യു ക്യാൻ മാർക്ക് ദിസ് ഇൻഫർമേഷൻ. ഓക്കെ, അടുത്തത്, ഇഫ് മാർക്കറ്റ് ഓപ്പണിംഗ് ബിലോ ദിസ് PPOC, ഓക്കെ, സോ 780, നമ്മൾ പറഞ്ഞ പോലെ 780 790 there is a വെരി ഗുഡ് ഡിസ്റ്റർബൻസ്. ഇവിടെ നല്ലൊരു ഡിസ്റ്റർബൻസ് ഇവിടെ കിടപ്പുണ്ട്. ഇഫ് മാർക്കറ്റ് ഓപ്പണിംഗ് ബിലോ ദിസ് PPOC, ദെൻ മാർക്കറ്റ് ഗോ ആൻഡ് റിജക്ഷൻ, ഡയറക്റ്റ്ലി റിജക്ഷൻ ആയിരിക്കും. ആ റിജക്ഷന് 19,660 നമുക്ക് ഇവിടെ 19,780 അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സോൺ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതിന് താഴെയാണ് അവർ ഓപ്പൺ തരുന്നതെന്നുണ്ടെങ്കിൽ അവർ ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചോളൂ. ഇവിടെ തന്നെ ഓപ്പൺ തരുന്നുണ്ടെങ്കിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ട്രേഡ് ചെയ്ത സ്ഥലം 780 ആണ്. ഇതിൻ്റെ താഴെ ഓപ്പൺ തന്നു കഴിഞ്ഞാൽ ഇവർ ആരാണ്? ഇവർ എന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്?
അവിടെ നിന്ന് സപ്ലൈ ആണോ, അവിടെ നിന്ന് ഡിമാൻഡ് ആണോ, അതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, എങ്കിൽ 666 ഇവിടം വരയ്ക്കും വരാനുള്ള ചാൻസസ് കൂടുതലാണ് മാർക്കറ്റ്. ദെൻ വാട്ട് ഇസ് ദിസ് ലെവൽ? യെസ്, എക്സാക്ട്ലി 19,660. 19,660 is a first demand zone. Okay, this is for Nifty. What about Bank Nifty? Let's discuss. നമുക്ക് Bank Nifty പെട്ടെന്ന് തന്നെ നോക്കാം. Bank Niftyയും അങ്ങനത്തെ ഒരു ബെൽ കർവല്ല തന്നേക്കുന്നത് Bank Niftyയിൽ. സോ Bank Niftyയിൽ നമുക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. ബട്ട് ഫോർ എക്സാമ്പിൾ, മൈ ഗുഡ്നസ്, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ ടെറിട്ടറിയിലൊക്കെ ഓപ്പൺ ആയാൽ, ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഇവിടെ ഓപ്പൺ ആയാൽ, ദറ്റ് മീൻസ് 45,645 45,645 ഒരു സപ്ലൈ സോൺ കിടപ്പുണ്ട്. ഓക്കെ, ദർ ഇസ് എ ഗുഡ് സപ്ലൈ ഫ്രം ഹിയർ. സപ്ലൈ വിൽ കം ഫ്രം ഹിയർ. ഓക്കെ, കാര്യത്തിൽ ഇന്നലെ ഇവിടെ നിന്നാണ് ഒരു സെല്ലിംഗ് വന്നതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലോസ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, സപ്ലൈ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഇതാണ് ഇന്നലെ ഇവിടെ നിന്ന് ഒരു നല്ലൊരു സപ്ലൈ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് എച്ച് പീരീഡിൻ്റെ ഹൈൻ്റെ അവിടെ നിന്ന്. സോ ദേ വിൽ പ്രൊട്ടക്ട് ദെയർ സോൺ. ആ സോൺ അവർ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 45,645 അവിടെ നിന്നൊരു സപ്ലൈ വരും. ഓക്കെ, ദെൻ ഡയറക്ട്ലി 45,380 is a demand zone. Where is 45,380? Yes, 380, 45,380 is a good demand zone. ഇവിടെ ഒരു ചെറിയൊരു ഡിമാൻഡ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, 380 നിന്നും ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് 45,145. ഓക്കെ, 145 വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. കാര്യത്തിൽ ഇവിടെ നിന്നാണല്ലോ ഇന്നലെ നമുക്ക് ഇതുണ്ടോ, ഇവിടെ നിന്നുള്ള ഒരു അപ്പമാണ് കണ്ടോ, ഇവിടെ നിന്നാണ് ഇവിടെ ഒരു റിജക്ഷൻ ഈ ഹൈൻ്റെ അവിടെ നിന്ന്. അത് എത്രയാണ്? സെയിം 45,150. ഈ ലെവൽ 150, 145, ദർ വിൽ ബി എ റിജക്ഷൻ. This is demand zone, and this is supply zone. If market opening here, then how to trade you can plan. അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തോളൂ. ഇപ്പോൾ അല്ല, മാർക്കറ്റ് ഇതിന് മുകളിൽ ഗ്യാപ്പ് അപ്പ്, എബോവ് പ്രീവിയസ് ഡേ വാല്യൂ ഏരിയ ആണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ, എബോവ് പ്രീവിയസ് ഡേ വാല്യൂ ഏരിയയ്ക്ക് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ 45,870 ഈസ് എ സപ്ലൈ സോൺ. ദറ്റ് മീൻസ് 45,880, 870. ദിസ് ടെറിട്ടറി ഈസ് എ ഫസ്റ്റ് സപ്ലൈ സോൺ ഇവിടെയാണ്. അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 46,023 ഒരു സപ്ലൈ കിടപ്പുണ്ട്. 46,020 ഒരു സപ്ലൈ മാർക്കറ്റിൽ കിടപ്പുണ്ട്. സോ ഇതിന് മുകളിൽ ഓപ്പൺ ആയാൽ എങ്ങനെ ട്രേഡ് ചെയ്യണം നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഇതിന് താഴെ ഓപ്പൺ ആയാൽ എങ്ങനെ ട്രേഡ് ചെയ്യണം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. സോ ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.